എന്റെ അമ്മയോട് ചെയ്ത ക്രൂരതയ്ക്ക് നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അതിന് ഞാൻ നൽകുന്ന ശിക്ഷ നിനക്ക് താങ്ങാൻ പറ്റില്ല. നീ ഒരുങ്ങിയിരുന്നോ? നിന്റെ കാര്യത്തില് ഇനി എന്റെ ഭാഗത്തൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. മാഡം നിക്ക്. എന്തായാലും നല്ല സ്വാദുള്ള ജ്യൂസ് അല്ലേ? കുടിക്ക്. അയ്യോ എന്താ മാഡം? സഹിക്കാൻ പറ്റുന്നില്ല. ചന്ദ്രലേഖേ, ചന്ദ്രലേഖേ, ഒന്ന് പോയിട്ടോ. എന്താ സംഭവിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഐശ്വര്യക്ക് കൊടുത്ത ജ്യൂസിൽ എന്താ ചേർത്തതെന്ന്? മാഡം കുടിച്ച ജ്യൂസ് തന്നെയാ ഐശ്വര്യ മാഡത്തിനും. അടുക്കളക്കാരികൾ രണ്ടും കൂടി എന്റെ മുമ്പിൽ നാടകം കളിക്കരുത്. ആ ജ്യൂസിൽ മറ്റൊന്നും ചേർത്തില്ലെങ്കിൽ ഐശ്വര്യ ഈ വെപ്രാളം ഒന്നും കാണിക്കില്ലായിരുന്നു. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ ഇന്നത്തോടെ അവസാനിപ്പിക്കും നിന്റെ അടുക്കള ഭരണം. മാഡം, ജ്യൂസ് ഉണ്ടാക്കിയത് ഞാനാ, അതില് മറ്റൊന്നും ചേർത്തിട്ടില്ല. രമാമായി, എനിക്ക് സംശയമുണ്ട്. അതെ, ഇവളാണോ അതോ ചിന്നു ആണോ എന്നറിഞ്ഞാ മതി. എന്റെ സംശയം അതല്ല. ജ്യൂസിൽ എന്തോ കലർത്തി എന്നുള്ളത് ഐശ്വര്യയുടെ അഭിനയാണെങ്കിലോ? അഭിനയോ? അതുകൊണ്ട് അവൾക്ക് എന്ത് നേട്ടം? നേട്ടമില്ലാതെ ഒന്നിനും ഇറങ്ങുന്നവളല്ലല്ലോ രമാമ്മയുടെ മൂത്ത മരുമകള്. എനിക്ക് മനസ്സിലായില്ല. ഇല്ലാത്ത കുറ്റം തലയിൽ കെട്ടിവെച്ച് ചിന്നൂനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതിലൂടെ അമ്മായിയുടെ പ്രീതി പിടിച്ചു പറ്റണം. അതിനുവേണ്ടി കളിക്കുന്ന നാടകം ഇതൊക്കെ. ഇത് ഐശ്വര്യ കുടിച്ച ജ്യൂസിന്റെ ഗ്ലാസ് അല്ലേ? ഇതിന് ഒരു രുചി വ്യത്യാസവും ഇല്ല. ഞാനും രമാമായും കുടിച്ച അതേ മധുരം തന്നെയാ. ആ, ഈ ഗ്ലാസ് എടുത്ത അകത്ത് പോയേ. എന്നാ പിടി. ആ, പോയേ പോയേ. രമാമായി ഐശ്വര്യയുടെ ഈ അഭിനയം കണ്ട് എടുത്തു ചാടിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഐശ്വര്യ ലക്ഷ്മി അടിമുടി ഫ്രോഡാ. സൂക്ഷിച്ചാൽ അമ്മായിക്ക് തന്നെ കൊള്ളാം. എരിഞ്ഞിട്ട് പാടില്ല. എങ്ങനെയുണ്ട് സ്പെഷ്യൽ ജ്യൂസ്? എനിക്കറിയാം നീ ഇത് മനഃപൂർവ്വം ചെയ്തതാന്ന്. അങ്ങനെ തോന്നാൻ എന്താണാവോ കാരണം? മഷിയിട്ട് നോക്കിയോ അതോ കവടി നിരത്തി കണ്ടുപിടിച്ചോ? ദേ, തെളിവില്ലാത്ത കാര്യം എന്റെ മേല് കെട്ടിവെക്കാൻ നോക്കിയാ? തെളിവുള്ള കാര്യം ഞാൻ അങ്ങോട്ട് അവതരിപ്പിക്കും. പിന്നെ ഇതൊരു ടെസ്റ്റ് ഡോസ് അല്ലേ? ഇനി എന്തെല്ലാം പരിപാടികൾ കിടക്കുന്നു. വെറും മുളക് കടിച്ച് നാവെരിഞ്ഞപ്പോ അതിന്റെ നീറ്റിൽ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പൊ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന പെറ്റമ്മയുടെ അവസ്ഥ നിനക്ക് കുറച്ചെങ്കിലും പിടികിട്ടി കാണുമല്ലോ. നിനക്ക് ജന്മം നൽകിയ അമ്മ വെറും സെർവന്റ് ആണല്ലേ? അതിനെന്താണ് ഇത്ര സംശയം?
ഈ വീട്ടിലെ മരുമകളാ ഞാൻ. ആ സ്ത്രീയോ ഈ വീട്ടിൽ വെറും ഒരു വേലക്കാരി. ഒരു സർവന്റിനെ ശുശ്രൂഷിക്കലല്ല വീട്ടുടമസ്ഥനായവന്റെ ഭാര്യയുടെ ജോലി. അമ്മയ്ക്ക് ഈ വീട്ടിലൊരു വേലക്കാരിയുടെ സ്ഥാനമെങ്കിലും ഉണ്ട്. നിനക്ക് ഈ വീട്ടില് എന്ത് സ്ഥാനമാടി രമാദേവി മാഡം തന്നിട്ടുള്ളത്? നീ ഇവിടെ കഴിയുന്നതേ അർജുൻ സാറിനോടൊപ്പോ. അപ്പോ വേലക്കാരിയല്ല, പക്ഷേ ഒരു മരുമകളുടെ സ്ഥാനം രമാദേവി മാഡം മാത്രമല്ല, ആരും നിനക്ക് തന്നിട്ടില്ല. അപ്പൊ പിന്നെ നീ ഈ വീട്ടിൽ ആരാണെന്ന് ചോദിച്ചാ പറയാൻ അറയ്ക്കുന്ന എന്തെങ്കിലും ഒരു സ്ഥാനം നൽകേണ്ടി വരും. ഭാര്യ അല്ലെങ്കിൽ കൂടെ കഴിയുന്നവൾക്ക് പറയുന്നൊരു പേരുണ്ട്, അതെന്നെ കൊണ്ട് വിളിപ്പിക്കരുത് നീ. നിർത്തടി. ദേ, അനാവശ്യം പറഞ്ഞ കൊന്നുകളയും ഞാൻ. നീ അതിന് മടിക്കില്ലെന്ന് എനിക്കറിയാം. ശ്വാസം മുട്ടി പെടയുന്ന പെറ്റമ്മയ്ക്ക് ഇൻഹേലർ പോലും നൽകാതെ കൊല്ലാൻ നോക്കിയവളല്ലേ നീ? അങ്ങനെയുള്ള നിനക്ക് അനുജത്തിയെ കൊല്ലാനും വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. എടി, നിന്നോടും ആ സ്ത്രീയോടും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. എന്റെ സ്വന്തം ഭാവിയും ജീവിതവും മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാറില്ല. എങ്കിൽ ഞാൻ നിന്നോടൊരു വാക്ക് പറയാം. എന്റെ സ്വന്തം അമ്മയോട് നീ ചെയ്ത ഈ ദ്രോഹത്തിന് നീ അവരുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ വീട്ടിലെ നിന്റെ ജീവിതം ഞാൻ തകർക്കും. രമാദേവി നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇവിടുന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കും. ഇങ്ങനെ ഇവിടെ കിടന്ന് തിളച്ചിട്ട് ഒരു കാര്യമില്ല. അമ്മയുടെ കാല് പിടിച്ച് നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവിടെ നിനക്കൊരു ജീവിതം ഉണ്ടാവില്ല. അമ്മയോട് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ വീട്ടിലെ മരുമോളാവാൻ വേണ്ടി നീ ചെയ്ത എല്ലാ വൃത്തികേടുകളും ഞാൻ രമാദേവിയോട് പറയും. എടി, അവര് ഒരിക്കലും നിന്റെ വാക്കുകളൊന്നും വിശ്വസിക്കില്ല. നിന്നെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും അവര് വിശ്വസിക്കും. മാത്രമല്ല, ഞാൻ പറയുന്നത് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ രമാദേവി മാഡത്തിന്റെ മുന്നിൽ കൊടുക്കണോ വേണ്ടിയൊന്ന് തീരുമാനിക്കേണ്ടത് നീയാ. എന്റെ അമ്മയോട് ചെയ്ത ക്രൂരതയ്ക്ക് നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അതിന് ഞാൻ നൽകുന്ന ശിക്ഷ നിനക്ക് താങ്ങാൻ പറ്റില്ല. നീ ഒരുങ്ങിയിരുന്നോ? നിന്റെ കാര്യത്തില് ഇനി എന്റെ ഭാഗത്തൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. എന്താണ് എന്ത് പറ്റി എന്റെ പെങ്ങൾക്ക്? ഒന്നുമില്ല. ദേ, അങ്ങനെ പറയരുത്. അതെ, ഡോക്ടറോടും ഏട്ടനോടും കള്ളം പറയാൻ പാടില്ലെന്നാ. എന്തു പറ്റി? ഞാൻ ആലോചിക്കുന്നത് അവളെ കുറിച്ചാ. അവളെ കുറിച്ചോ? ഏതവള്? ആ വേലക്കാരി പെണ്ണ്. വേലക്കാരി പെണ്ണോ? ഏത് വേലക്കാരി പെണ്ണ്? ലോ കോളേജിന്റെ റെപ്യൂട്ടേഷൻ നശിപ്പിക്കാൻ വേണ്ടി വന്നില്ലേ ആ കല്യാണി, അവളെ കുറിച്ചാ ഞാൻ ആലോചിക്കുന്നത്. ഓ, ആ കുട്ടിയെ കുറിച്ചാണോ? എടി, അതൊരു പാവം കുട്ടിയല്ലേ? അല്ല, ആ കുട്ടി ഇപ്പൊ എന്റെ അനിയത്തി എന്ത് ചെയ്തു?